ദിനേശ് ചേട്ടാ, നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? നമുക്കൊരു കുഞ്ഞൊന്നും വേണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? നീ പറയുന്നത് ഞാൻ കേൾക്കുന്നത് അത് തന്നെയല്ലേ ഈ വീട്ടിൽ നടക്കുന്നത്. നമുക്കൊരു കല്യാണം കൂടെ കഴിച്ചൂടെ? എടി നീയാണെടി ശരിക്കുള്ള ഭാര്യ. ഇതേപോലത്തെ പ്രോത്സാഹനങ്ങൾ ഇനിയുണ്ടോ? ഞാനേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എവിടെ പോന്ന്? ഇതല്ലപ്പോൾ പറഞ്ഞത് കല്യാണം കഴിക്കാന്നുള്ള കാര്യം. ഞാൻ ആരെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് തന്നെ വീട്. എടി ധന്യ, നീ പറഞ്ഞ പോലെ എന്താവുന്ന ഞാൻ കെട്ടി. എന്റെ ചേട്ടൻ രണ്ടാം ഭാര്യ. ഇതെന്താ ചെറിയ ആൾക്ക്? രണ്ടാം ഘട്ടല്ലേ, അത് മതി. എന്റെ ചേട്ടനെ പൊന്നു പോലെ നോക്കണം. പൊന്നിന് നല്ല വിലയുള്ളതാ, അത്തോട്ട് കൊണ്ടോട്ടെ. ആ ചേട്ടാ, പാല് പകുതി കുടിച്ചിട്ട് പകുതി ചേട്ടന് കൊടുത്താൽ മതി. അയ്യോ ആദ്യം ചേട്ടനല്ലേ കൊടുക്കേണ്ടത്? ആദ്യം ചേട്ടന് കൊടുത്താലേ ബാക്കി തരൂല. അത്യാർത്ഥിന്റെ അസുഖമുള്ളതാ. വാച്ചിങ് ടൈം കൂടുന്നുണ്ട്. അപ്പൊ ദിനേശന്റെ മോണിറ്റേഷൻ ഓക്കെ. എന്താ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാ. ഗുഡ് നൈറ്റ് പറഞ്ഞ ശരി പറഞ്ഞില്ലേ? അയ്യോ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ചന്ദന മണിവാതിൽ പാതിചാരി. ഇതൊന്ന് ചാരിക്കോട്ടെ. അതെ, ഊണ് കാലായി. ദിനേശ് ചേട്ടനെ കൂടെ വിളിച്ചോളൂട്ടാ. അതെ, ഊണ് കാലായി. പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂട്ടാ. ഊണ് കാലായി, അയാളെ കൂടെ വിളിച്ചോളൂ. അതെ, ഊണ് കാലായി. ആ വക്കൂട്ടിനെ കൂടെ വിളിച്ചോ. ദിനേശ് ചേട്ടാ, മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞേ. ദിനേശ് ചേട്ടാ, വാതിൽ തുറക്കാനാ പറഞ്ഞേ. വാതിൽ തുറക്കാനാ പറഞ്ഞേ. മഞ്ജു, വാമൂട് ഇവിടെ ഇരുന്നോളണം. തുറക്കാനാ പറഞ്ഞത്. എന്ത് ഇറക്കി വിടറി എന്റെ ദിനേശ് ചേട്ടനാ. നിങ്ങൾക്ക് പോണോ? മാറി നിക്കടി. ഇങ്ങോട്ട് പോ മനുഷ്യ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. എന്റെ കൈയെടുത്തിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്. പുറത്ത് പോകരുത്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? ഉളുപ്പിന്റെ തൊഴിഞ്ഞവൻ രണ്ടെണ്ണം കെട്ടുവോ? നീ ഒറ്റ കാരണം ഈ മാരണത്തിന് ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ടു. ഞാൻ മാറാം.